നിങ്ങളിവിടെ 3 ആൾക്കാരെ കാണുന്നുണ്ട് അല്ലേ? ഇവരുടെ പേരെന്താണെന്ന് അറിയോ? നമ്മുടെ അബുവും രാജുവും പിന്നെ അതുപോലെ ജോണുമാണ്. ഇവര് 3 പേരും കൂടെ ഒരു മിഠായി കട തുടങ്ങി. ഇവർക്കിത് ആദ്യ ദിവസം തന്നെ 18 രൂപ കിട്ടി. 18 രൂപ അവർക്ക് ആദ്യ ദിവസം തന്നെ മിഠായി കടയിൽ നിന്ന് ലാഭമായിട്ട് കിട്ടിയില്ലേ? ഇനി അവർ ആ 18 രൂപ എന്തായിരിക്കും ചെയ്യാ? തുല്യമായിട്ട് വീതിച്ചെടുക്കും. ആർക്കെങ്കിലും കൂടുതൽ കിട്ടാൻ പാടുണ്ടോ? ഇല്ല. 18 രൂപ എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചെടുക്കണം. 18 എന്ത് ചെയ്യണം? 3 ആയിട്ട് വീതിക്കണം. 18 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അത് തന്നെയാണ് ഡിവിഷൻ. ഇവരെന്താ ചെയ്യേണ്ടത്? 18 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. അപ്പൊ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും എന്നുള്ളത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. ഡിവിഷൻ എന്നുള്ളത് നമുക്ക് 3 രൂപത്തിൽ പറയാം. നിങ്ങൾ നടുവിലൊരു ചിഹ്നം ശ്രദ്ധിച്ചോ? ഈ രൂപത്തിൽ ഡിവിഷൻ പറയാം. അല്ലെങ്കിൽ ഇത് രണ്ടാമതൊരു രൂപം കണ്ടോ? സ്ലാഷ് ഇട്ടിട്ടും ഡിവിഷൻ പറയാം. അല്ലെങ്കിൽ ഇത് ഒരു വര ഇട്ടിട്ട് എന്താണ് 18/3 ഈ രൂപത്തിലും നമുക്ക് ഡിവിഷൻ പറയാം കേട്ടോ. 18/3 ഈ 3 രൂപത്തിലും നമുക്ക് ഡിവിഷനുള്ള ചിഹ്നം എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ 18 രൂപ ഇവർക്ക് 3 പേർക്കും വീതിച്ചു കൊടുത്താലോ? എത്രയാണ് 18 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം കിട്ടാതെ നമുക്ക് നോക്കിയാലോ? ഞാൻ ആദ്യം 18 1 രൂപകൾ എടുത്തു. അവർ 1 രൂപയുടെ മിഠായികൾ വിറ്റിട്ടാണ് അവർക്ക് ഇത്രയും പൈസ കിട്ടിയത്. അപ്പോ 18 മിഠായികൾ വിറ്റു. അതുകൊണ്ട് അവർക്ക് 18 1 രൂപകൾ കിട്ടി. ഈ 18 1 രൂപകളാണ് അവർക്ക് തുല്യമായിട്ട് വീതിച്ചെടുക്കേണ്ടത്. ഞാൻ ഏറ്റവും ആദ്യം ഒരു രൂപ ആദ്യത്തെ ആൾക്ക് കൊടുത്തു. അടുത്ത 1 രൂപ രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. വീണ്ടും 1 രൂപ മൂന്നാമത്തെ ആൾക്ക് കൊടുത്തു. 3 പേർക്കും ഓരോ രൂപ വീതം കിട്ടി. ഇനിയും ബാക്കിയുണ്ടല്ലോ അല്ലേ? 18 നിന്ന് 3 എണ്ണേ പോയിട്ടുള്ളൂ. 18 നിന്ന് 3 പോയത് എന്താണ്? 15 എണ്ണം ബാക്കിയുണ്ട്. വീണ്ടും ഞാൻ എന്ത് ചെയ്യും? 1 രൂപ ആദ്യത്തെ ആൾക്ക് കൊടുത്തു. വീണ്ടും 1 രൂപ എടുത്ത് രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. വീണ്ടും 1 രൂപ എടുത്ത് മൂന്നാമത്തെ ആൾക്ക് കൊടുത്തു. അവർക്ക് ഓരോരുത്തർക്കും 2 1 രൂപകൾ വീതം കിട്ടി. എത്ര എണ്ണം ബാക്കിയുണ്ട്? നേരത്തെ 15 ഉണ്ടായിരുന്നു. അത് 3 എണ്ണം ഞാൻ 3 ആൾക്കും കൂടെ കൊടുത്തു. അപ്പൊ ഇനി ബാക്കി എത്ര 1 രൂപകൾ ബാക്കിയുണ്ട്? 12 1 രൂപകൾ ബാക്കിയുണ്ട്. ഞാൻ വീണ്ടും ഇതുപോലെ 1 രൂപ ആദ്യത്തെ ആൾക്ക് കൊടുത്തു. 1 രൂപ രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. 1 രൂപ മൂന്നാമത്തെ ആൾക്ക് കൊടുത്തു. എത്ര എണ്ണം ബാക്കിയായി? 9 എണ്ണം ബാക്കിയായി. ഓരോരുത്തർക്കും 3 എണ്ണം വീതം കിട്ടി അല്ലേ? വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ തുടർന്നു. 1 രൂപ ആദ്യത്തെ ആൾക്ക്, 1 രൂപ രണ്ടാമത്തെ ആൾക്ക്, 1 രൂപ മൂന്നാമത്തെ ആൾക്ക്. കഴിഞ്ഞോ? ഇല്ലല്ലേ? വീണ്ടും ഞാൻ 1 രൂപ ആദ്യത്തെ ആൾക്ക് കൊടുത്തു. 1 രൂപ രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. 1 രൂപ മൂന്നാമത്തെ ആൾക്ക് കൊടുത്തു. കഴിഞ്ഞോ? ഇല്ല. ഇനി 3 1 രൂപകൾ കൂടെ ബാക്കിയുണ്ട്. ഇത് ഞാൻ വീണ്ടും ഇതുപോലെ 1 രൂപ ആദ്യത്തെ ആൾക്ക്, 1 രൂപ രണ്ടാമത്തെ ആൾക്ക്, 1 രൂപ മൂന്നാമത്തെ ആൾക്ക് കൊടുത്തു. മുഴുവനായിട്ടും തീർന്നല്ലോ അല്ലെ? ഓരോരുത്തർക്കും എത്ര വീതം കിട്ടി? 18 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ എത്രയാണ് വരിക? ഓരോരുത്തർക്കും 6 എണ്ണം വീതം കിട്ടും. അപ്പോ 18 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഉത്തരമായിട്ട് വരിക? 6 എന്ന് ഉത്തരമായിട്ട് വരും. 18 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ എന്താണ്? 6 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് ഡിവിഷൻ. സിമ്പിൾ അല്ലേ? അപ്പൊ ഡിവിഷനെ കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇനി ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോകളിലൂടെയും അതുപോലെ എല്ലാ കാര്യം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയും എല്ലാവരും ലൈവിലോട്ടും വരണേ. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ എല്ലാ 4ാം ക്ലാസ്സിലുള്ള കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള നോട്ടുകൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ലൈവ് വരുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരിക്കും കേട്ടോ. ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടും. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.